Third Eye. ട്വിസ്റ്റ് എന്ന പദം പുതിയ വാചകഘടനയിൽ വാക്ഘടനയിൽ നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്നാലും ആ ട്വിസ്റ്റിന് നമ്മൾ വേൾഡ് കപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ സഞ്ജുവിനെ ചേർത്ത് വായിക്കണം. തേർഡ് ഐ ആരംഭിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആരംഭിക്കുമ്പോൾ ഫേവറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ തന്നെയായിരുന്നു. കാരണം റാങ്കിങ്ങിൽ ഒന്ന്, നമ്മൾ സമീപകാലത്ത് നടന്ന മത്സരങ്ങളെല്ലാം സ്വന്തമാക്കിയവരാണ്. എങ്കിലും പലപ്പോഴായിട്ട് എല്ലാവരും പങ്കുവച്ച ഒരു സംശയമെന്ന് പറഞ്ഞത് T20 ഫോർമാറ്റാണ്, ആർക്കും വിജയിക്കാം. ഒരാൾ അസാമാന്യ മികവ് പുലർത്തി കഴിഞ്ഞാൽ ആ ടീം വിജയിക്കുന്ന സാഹചര്യം വരും. അമേരിക്ക എടുക്കുക, നമീബിയ എടുക്കുക, നേപ്പാളിനെ എടുക്കുക, ഇവരൊക്കെ ഏകദേശം വമ്പന്മാരെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് T20 ഫോർമാറ്റിൻ്റെ നിർവചനം. എങ്കിൽ പോലും സ്ഥിരമായിട്ട് ജയിക്കുന്ന ഒരു ടീം എന്ന രീതിയിൽ, 2 നമ്മൾ ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്നു എന്ന ആനുകൂല്യത്തിൽ, 3 നമുക്ക് സുപരിചിതമായ ട്രാക്ക് എന്ന രീതിയിൽ, മറ്റൊന്ന് നിറഞ്ഞ ഗാലറി. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ ഫൈനലിൽ നമ്മൾ കണ്ടു 1,30,000 പേരാണ് കളി കാണാനെത്തിയത്. അതിലൊരു 5-10 പേർ മാത്രമാണ് ന്യൂസിലൻഡുകാരുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ട്വിസ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസണിൻ്റെ കാര്യത്തിലാണ്. സഞ്ജു നമ്മുടെ T20 ഫോർമാറ്റിലെ സ്ഥിരക്കാരനായിരുന്നില്ല. ഒരു ഘട്ടത്തിലായിരുന്നു അദ്ദേഹം സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിൽ 2 സെഞ്ചുറികളൊക്കെ നേടി വളരെ ശക്തനായിട്ട് നമ്മുടെ സ്ഥിരം ഓപ്പണർ എന്ന രീതിയിൽ വന്നപ്പോഴാണ് നമ്മുടെ ഫോർമാറ്റിൽ നമ്മുടെ സെലക്ടർമാർ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തുന്നു. ശുഭ്മാൻ ഗിൽ വരുന്നു, അതേപോലെ 1-2 പ്ലേയേഴ്സൊക്കെ വരുന്നു, അഭിഷേക്, ഇഷാൻ കിഷൻ ഇവരൊക്കെ വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് ഭീഷണി വരുന്നു. അങ്ങനെ സെലക്ഷൻ വലിയ വിവാദത്തിലേക്ക് പോയ ഒരു ഘട്ടത്തിലാണ് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് അജിത് അഗർക്കർ ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി ചേരുന്നു. അവർ 1-2 നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നു. ശുഭ്മാൻ ഗിൽ അദ്ദേഹത്തിന് പരുക്കുണ്ട്, അദ്ദേഹത്തിനെ മാറ്റുന്നു. പകരം സ്ഥിരം ഓപ്പണർ എന്ന രീതിയിലും വിക്കറ്റ് കീപ്പർ എന്ന രീതിയിലും സഞ്ജു ടീമിലേക്ക് വരുന്നു, അക്സർ പട്ടേൽ ടീമിലേക്ക് വരുന്നു. അങ്ങനെ നല്ല ഓൾറൗണ്ടേഴ്സിനെ ഉൾപ്പെടുത്തി നല്ല ഒരു ടീമായിട്ട് അതിനെ മാറുന്നു. ലോകകപ്പിന് മുന്നോടിയായിട്ട് ന്യൂസിലൻഡിനെതിരെ നമ്മൾ 5 മത്സരങ്ങൾ കളിക്കുന്നു. ഈ 5 മത്സരങ്ങളിൽ നമുക്കൊരു പ്രാക്ടീസ് മത്സരങ്ങളായിരുന്നു. പക്ഷേ ഈ 5 മത്സരങ്ങളിൽ ഈവൻ തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ, സ്വന്തം സ്റ്റേഡിയമാണ് സഞ്ജുവിൻ്റെ, അവിടെ അവസരം കിട്ടിയിട്ട് പോലും സഞ്ജുവിന് പെർഫോം ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ നോർമൽ നമ്മളൊക്കെ ചിന്തിച്ചു അദ്ദേഹം വേൾഡ് കപ്പ് 11 നിന്ന് പോകും. അവസാന ന്യൂസിലൻഡിനെതിരായ അവസാന T20 മത്സരത്തിൽ ഓപ്പണറായിട്ട് വിക്കറ്റ് കീപ്പറായിട്ട് ഇഷാൻ കിഷൻ വരികയും ചെയ്തതോടുകൂടി കാര്യങ്ങൾ വ്യക്തമായി. അങ്ങനെ അദ്ദേഹം ലോകകപ്പ് ആദ്യ 11 നിന്ന് പുറത്താവുന്നു. തുടക്കത്തിൽ അഭിഷേകിന് പനി വരുന്നു. ആദ്യ മത്സരത്തിലൊരു ഓപ്പർച്യൂണിറ്റി സഞ്ജുവിന് വരുന്നു. അവിടെയും പെർഫോം ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു പശ്ചാത്തലം. അങ്ങനെ അദ്ദേഹം തല താഴ്ത്തി എന്ന് പറയുന്നില്ല, പക്ഷെ അത് നിരാശനായിരുന്നു. അദ്ദേഹത്തിന് പിന്നീടുള്ള വാക്കുകളൊക്കെ നമ്മൾ കേട്ടതാണ്. നമ്മൾ പ്രാഥമിക റൗണ്ട് എതിർപ്പില്ലാതെ കടക്കുന്നു, സൂപ്പർ 8ലേക്ക് വരുന്നു. സൂപ്പർ 8ൽ ആദ്യ മത്സരം സൗത്ത് ആഫ്രിക്കയുമായിട്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ തോറ്റതോടു കൂടിയാണ്, ഒരുപക്ഷെ ആ തോൽവിയാണ് സഞ്ജുവിൻ്റെ വര തെളിയിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ മാറ്റങ്ങൾ വരുന്നു, ചർച്ചകൾ വരുന്നു. അങ്ങനെ നമ്മുടെ ടീമിൽ 6ഓളം ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ട്. ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സിന് ഓഫ് സ്പിന്നേഴ്സ് വളരെ പെട്ടെന്ന് കെണിയൊരുക്കും. അതുകൊണ്ടാണ് അഭിഷേക് ആണെങ്കിൽ, ഇഷാൻ ആണെങ്കിൽ, നമ്മുടെ തിലക് ആണെങ്കിലൊക്കെ വളരെ പെട്ടെന്ന് പുറത്താവുന്നത് എന്ന ഒരു ചർച്ചയിലേക്ക് വരുന്നു. അങ്ങനെ സിംബാബ്വെക്കെതിരെ സൂപ്പർ 8ലെ 2ാം മത്സരത്തിൽ നമ്മൾ മാറ്റം വരുത്തുന്നു. ഓപ്പണറായിട്ട് സഞ്ജു വരുന്നു. ആ മത്സരത്തിൽ സഞ്ജു വലിയ സ്കോർ നേടിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് 2 നല്ല സിക്സറുകൾ ആ മത്സരത്തിലൊരു ടെമ്പോ ക്രിയേറ്റ് ചെയ്തിരുന്നു. നമ്മൾ ആ മത്സരം വിജയിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെ നമുക്ക് ക്വാർട്ടർ ഫൈനൽ പോലെ നിർണായകമായൊരു മത്സരമായിരുന്നു. തോറ്റാൽ പുറത്താണ്. ആ മത്സരത്തിൽ വളരെ ഗംഭീരമായിട്ട് ലാസ്റ്റ് വരെ സഞ്ജുവിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ കാണുന്നു. അങ്ങനെ നമ്മൾ സെമിയിലേക്ക് വരുന്നു. സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ കളിക്കുന്നു. ഇംഗ്ലണ്ടിനെതിരെ നമ്മൾ കാണുന്നു വാങ്കഡെ ജ്വലിച്ച ഒരു ഇന്നിങ്സിലൂടെ അദ്ദേഹം നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നു. അവസാനം വരെ ആവേശം നിറഞ്ഞ ഒരു മത്സരത്തിൽ 7 റൺസ് വിജയമാണ്. ഫൈനൽ വരുന്നു. നരേന്ദ്രമോദി സ്റ്റേഡിയം 1:30, വലിയ ആൾക്കൂട്ടം, വലിയ സ്റ്റേഡിയമാണ്. അവിടെ നമുക്കറിയാം ടെൻഷൻ. ഞാൻ 2023 ഏകദിന വേൾഡ് കപ്പ് ഫൈനൽ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി പോയതാണ്.
രോഹിത് ശർമ്മ നയിച്ച ഇന്ത്യയാണ് എല്ലാ മത്സരങ്ങളും ജയിച്ച ഇന്ത്യയാണ്. ആ ഇന്ത്യ സുഖമായിട്ട് ജയിക്കും എന്ന് കരുതി ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കുന്നൊരു മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ വേണ്ടിയാണ് പോയതെങ്കിൽ പോലും നമ്മളുടെ ട്രാവിസ് ഹെഡ് എന്ന് പറയുന്ന ഓസ്ട്രേലിയക്കാരന് മുമ്പിൽ പതറുന്ന ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ നമുക്ക് പോയി. അതേ വേദിയിലാണ് ഗംഭീരമായിട്ട് അദ്ദേഹം കളിക്കുന്നു. നമ്മൾ 255 റൺസിലേക്ക് വരുന്നു. അപ്പോഴേ പകുതി നമ്മൾ ജയിച്ചു. അപ്പോഴും ചെറിയൊരു സംശയം ബാക്കി. ഫിൻ അലനുണ്ട്, ഗ്ലെൻ ഫിലിപ്സ് ഉണ്ട്, മിച്ചലുണ്ട്, ഇങ്ങനെ കുറേ നല്ല പ്ലേയേഴ്സ് കിവി സംഘത്തിലുണ്ട്. ആരെങ്കിലും ഒരാൾ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ മത്സരം ക്ലോസ് ആവും എന്ന് ഉറപ്പായിരുന്നു. അവിടെ നമ്മൾ ബൗളർമാർ ജസ്പ്രീത് ബുംറ എന്ന ബൗളർ 4 വിക്കറ്റുമായി തിളങ്ങുന്നത്. അങ്ങനെയാണ് ഇന്ത്യ ആധികാരികമായിട്ട് 96 റൺസിന് വിജയിച്ചത്. സഞ്ജുവിനെ നമ്മൾ എന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കണം? നോക്കൂ, തലവര എന്ന് പറയുന്നത്, കാരണം അകത്തും പുറത്തുമായി നിന്ന ഒരാൾ ഇപ്പോൾ സ്ഥിരക്കാരനായി. അദ്ദേഹം 3 ഇന്നിങ്സിലൂടെ 5 കളികൾ കളിച്ചു. 3 ഇന്നിങ്സിലൂടെ അദ്ദേഹം വേൾഡ് കപ്പിൻ്റെ താരമായിട്ട് മാറി. മലയാളത്തിൻ്റെ അഭിമാനമായിട്ട് അദ്ദേഹം മാറി. ഒരു വേൾഡ് കപ്പിൽ ആ വേൾഡ് കപ്പിൻ്റെ താരമായിട്ട് മാറിയ ഒരു മലയാളിയില്ല, ഇന്ത്യക്കാരും കുറവാണ്. അങ്ങനെ വലിയ നേട്ടങ്ങളിലേക്ക് സഞ്ജു വന്നപ്പോൾ ക്രിക്കറ്റ് പിന്തുടരുന്നവരോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് അവസരങ്ങൾ കുറച്ചേ കിട്ടൂ. ഈ അവസരങ്ങൾ കിട്ടുമ്പോൾ അവസാന പന്ത് വരെ നിങ്ങൾക്ക് കളിക്കാനുള്ള അവസരമുണ്ട്. അതുപയോഗിക്കുക, ആത്മവിശ്വാസം നഷ്ടപ്പെടാതിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉയരങ്ങളിലെത്താൻ പറ്റും എന്ന് ഗൗതം ഗംഭീർ പറയുന്നത്, അജിത് അഗർക്കർ പറയുന്നത്, ഈ ക്രിക്കറ്റ് വിദഗ്ധരൊക്കെ പറയുന്ന ഒരു കാര്യം, സഞ്ജുവിനോളം പവർ ഹിറ്റേഴ്സ്, കൈക്കരുത്തുള്ളവർ കുറവാണെന്നാണ്. അപ്പം നമ്മൾ T20 ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ആദ്യ 6 ഓവറുകൾ നിർണായകമാണ്. അപ്പോൾ അത്തരം ഓവറുകൾ ഉപയോഗപ്പെടുത്തുന്ന, ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത്, ഇപ്പോൾ അദ്ദേഹത്തിന് വയസ്സ് 31 നാളെ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ വീണ്ടും വേൾഡ് കപ്പ് വരും. അടുത്ത ഒരു ക്യാപ്റ്റനായി പോലും, ഇദ്ദേഹം IPL രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ക്യാപ്റ്റനായ ആളാണ് സഞ്ജു. അവൻ നല്ലൊരു നായകനായിട്ട്, നല്ല മലയാളത്തിൻ്റെ അഭിമാനമായിട്ട്, നമുക്കൊക്കെ പ്രചോദനമായിട്ട്, ഭാവിക്ക് പ്രചോദനമായിട്ട് അദ്ദേഹം മാറട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത്. താങ്ക് യു.